അറിയോ എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കർമ്മങ്ങളുടെ വളരെ ശ്രദ്ധാപൂർവം എങ്ങനെ നാം കർമ്മം ചെയ്യേണ്ടതാണ്, ഏത് കർമ്മങ്ങളാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, ഏത് കർമ്മങ്ങളെ നമുക്ക് ഉപേക്ഷിക്കേണ്ടത്, അങ്ങനെ ഉപേക്ഷിക്കേണ്ടതും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിസ്തരിച്ച് മുൻ അധ്യായങ്ങളിലൊക്കെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ മോക്ഷസന്യാസ യോഗം എന്ന് പറയുന്ന ഈ 18-ാം ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിലെത്തുമ്പോൾ ഭഗവാൻ ഒരിക്കൽ കൂടി ഇതെല്ലാം ഉറപ്പിച്ച് പറയുകയാണ്. 18-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകത്തിൽ കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗേ ത്യക്ത്വാ ഫലം ചെയ്വ സത്യാഗ സാത്വികോ മത. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിയതം കർമ്മ കാര്യം ഏവ, നമുക്ക് ചെയ്യേണ്ടുന്ന കുറേ കർമ്മങ്ങൾ ഉണ്ട്. കാരണം ഭഗവാൻ മുൻപിലേക്ക് വരുമ്പം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതൊക്കെ പറയാൻ പോകുന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട്. അപ്പം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും അതെന്താണ്? കാര്യം ഏവ ഇതി, അത് ചെയ്യേണ്ടതു തന്നെ എന്ന് കരുതി അതിലെന്തു വേണം? സംഗം ഫലം ച ത്യക്ത്വ, അതിനോടുള്ള സംഘത്തെയും അതിൻ്റെ ഫലത്തെയും, അത് ചെയ്യുക എന്നുള്ള ഒരു തീവ്രമായ ഇച്ഛയ്ക്കപ്പുറത്ത് അത് ചെയ്യണം, അത് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത വേണ്ട. ഫലം ഏതൊക്കെ പ്രകാരത്തിലുള്ള ഫലങ്ങളാണ് വരാൻ പോകുന്നത്, അതിനോട് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ഇതാ മുൻപിലേക്ക് പറയാൻ പോകുന്നുണ്ട്. ഏതായാലും ഇവിടെ പറയുന്നു, ആ ഫലത്തെയും സംഘത്തെയും ഉപേക്ഷിച്ചിട്ട് എന്തൊക്കെയാണോ ക്രിയതയെ ചെയ്യുന്നത്, അത് യത് ത്യാഗ, യാതൊരു ത്യാഗമുണ്ടോ, തത് സാത്വിക മേ മത, എൻ്റെ അഭിപ്രായത്തിൽ അതാണ് സാത്വികമായിട്ടുള്ള കർമ്മം എന്ന് ഭഗവാൻ ഇവിടെ പറയും. ഇത്ര വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി 18-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, നദ്വേഷ്ട്യകുശലം കർമ്മ കുശലേ നാനുഷജ്ജതേ ത്യാഗി സത്വസമാവിഷ്ടഃ മേധാവി ഛിന്ന സംശയഃ. ന ദ്വേഷ്ടി അകുശലം കർമ്മ കുശലേ ന അനുഷജ്ജതേ ത്യാഗി സത്വം സമാവിഷ്ടഃ മേധാവി ഛിന്ന സംശയഃ. ഇതാണ് ത്യാഗി. എങ്ങനെയുള്ള ത്യാഗി? സത്വസമാവിഷ്ടഃ, സത്വഗുണപ്രധാനനായ, സത്വഗുണത്തെ മുൻനിർത്തിയുള്ള കർമ്മങ്ങളെ ഫലവും സംഘവും ഉപേക്ഷിച്ച് കർമ്മത്തെ ചെയ്യുന്ന കർമ്മയോഗി, അങ്ങനെയുള്ള ആളെയാണ് ഇവിടെ ഭഗവാൻ സത്വസമാവിഷ്ടഃ ത്യാഗി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ത്യാഗി അകുശലം കർമ്മ. അകുശലം കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷം ഉളവാക്കുന്ന കർമ്മങ്ങളായിരിക്കില്ല. കർമ്മങ്ങളിൽ ചിലതിന് എന്തുണ്ട്? ഞാനത് ചെയ്യാം. ഇവിടെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം, എന്നിട്ട് അകുശലം കർമ്മ ന ദ്വേഷ്ടി. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ എന്തുണ്ടാകുന്നില്ല? അതിനോടൊരു മടുപ്പോ ഒരു വെറുപ്പോ, ഇത് എന്നാൽ ചെയ്യപ്പെടേണ്ടതല്ല എന്നും. കുശലേ ന അനുഷജ്ജത, എന്നാൽ ചെയ്യപ്പെടേണ്ടുന്ന മറ്റ് പൊതുസമൂഹം നല്ല കർമ്മം എന്ന് കരുതുന്നത് അതിൽ തൽപരനാകുക എന്നുള്ളതും ഇല്ല. എന്തുകൊണ്ടെന്നാൽ സഹ മേധാവി ഛിന്ന സംശയ, അവൻ മേധാവിയാണ്, മേധയുള്ളവനാണ് എന്ന് പറയാം, ധിഷണാവൈഭവം ഉള്ളവനാണ്.
അതുകൊണ്ട് തന്നെ ചിന്ന സംശയലേശം ഇല്ലാത്തവനാണ്. എല്ലാ സംശയങ്ങളും ഒടുങ്ങിയവനാണ്. ഇത് ഈ ഒരു ഭഗവാൻ പറയുന്ന ഈ ഒരു ഗുണം അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകം നമ്മുടെ ഇന്നത്തെ വ്യാവഹാരിക ലോകത്തിൽ, വർത്തമാന ലോകത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ, വിദേശങ്ങളിൽ, ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കയോ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജോലിയെ ഏതെങ്കിലും പ്രത്യേക തരത്തിൽ ഉയർന്നത് താഴ്ന്നത് എന്ന് അങ്ങനെ ഗണിക്കാറില്ല. കാരണം ആ ജോലി ചെയ്യുന്നവർക്കൊരു അംഗീകാരമുണ്ട്. ജോലിക്ക് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ട്, സ്വാഭാവികമാണ്. കാരണം ഉയർന്ന സാലറി ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്നവനെ താഴ്ന്നവനെന്നും അങ്ങനെയുള്ള അതൊന്നും കാണില്ല. ഏതായാലും നമ്മളിവിടെ പറയുന്നത് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളാണ്. ഇത് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾക്കിത് അത്ര വലിയ വിഷമുണ്ടാക്കുന്നതല്ല. പുരുഷന്മാരെ സംബന്ധിച്ചാണ് നമുക്കിതിൽ പറയാനുള്ളത്. ചില സിനിമകൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയുക, മറ്റൊരു രീതിയിൽ നമ്മളെ കാണിക്കുകയും ചെയ്യും. ഇത് പൊതുവായിട്ടുള്ളതാണ്. എന്താ പറഞ്ഞു വരുന്നതെന്നാണെങ്കിൽ, ഉദാഹരണം, നമ്മുടെ വീടിൻ്റെ മുറ്റം നല്ല ഈർക്കിലിച്ചൂലെടുത്ത് അടിച്ചു വാരുന്നു. ആര്? വീട്ടിലെ പുരുഷൻ. ആ സമയത്ത് ആരെങ്കിലും ഇടവഴി കൂടെ പോകുന്നു, അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് അദ്ദേഹം വേഗം അത് ഒളിപ്പിച്ച് വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ജാള്യത ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആളുകൾ വരുന്നതിന് മുമ്പേ അടിച്ചു തീർക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടാവുന്നത്? ഈ ജോലി ഞാൻ ചെയ്യേണ്ടതല്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരു ജോലി അയാൾ ചെയ്യുന്ന സമയത്ത് അയാളെ പരിഹസിക്കാനുള്ള ഒരു സമൂഹവും, ഈ രണ്ടുപേരും കുഴപ്പക്കാരാ. നമ്മൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ. അയ്യേ, ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണോ? ഇവിടെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? എവിടെ പോയി? മോളെവിടെ? ഭാര്യ എവിടെ? ഒരു ജോലിക്കാരി വെച്ചൂടെ? അപ്പം ഇങ്ങനെയുള്ള പരിഹാസം നേരിട്ടാവാം, അല്ലാതെ അവർ പരസ്പരം കുറ്റപ്പെടുത്തലുകളാവാം. എന്നാൽ ചിലർ അതിനെയൊക്കെ അതിജീവിച്ചവരാ. അവർക്കതൊരു പ്രശ്നമല്ല. അവരതിനെ അങ്ങനെ കാണുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അവരടിച്ചു വാരുന്നു. ഇതുപോലെ വസ്ത്രം വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് അതിലൊരു ഡ്രയർ പേരിനേ ഉള്ളൂ, മുഴുവനായിട്ടൊന്നും ഉണങ്ങില്ല. അതിൽ ഈർപ്പം മുഴുവനായിട്ട് വിട്ട് കിട്ടണമെങ്കിൽ അതൊന്ന് വെയിലത്തിടണം, പുറത്തിടണം. അപ്പോൾ ആ വാഷിംഗ് മെഷീനിൽ നിന്ന് ആ തുണിയെല്ലാം എടുത്ത് പുറത്തിടുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം വിരിച്ചിടണമല്ലോ. അങ്ങനെ അത് തോരയിടുന്നത് വേറെ ആരെങ്കിലും സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ളവരൊക്കെ അവിചാരിതമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ കാണാൻ സാധ്യതയുണ്ടല്ലോ, അയൽവക്കത്തുള്ളവരൊക്കെ. അപ്പോൾ അവരങ്ങനെ അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുക, പോയി കഴിഞ്ഞാൽ ചെയ്യുക. അപ്പോൾ തോരയിടുന്നത് അല്ലെങ്കിൽ അത് മടക്കി വയ്ക്കുന്നത്, ഇതൊന്നും പുരുഷനെ സംബന്ധിച്ച് പുരുഷൻ ചെയ്യേണ്ടുന്ന ജോലികളല്ല, അകുശലം കർമ്മമാണ് എന്ന് ഒരാൾക്ക് തോന്നുന്നു ഇരിക്കട്ടെ. അതുപോലെ നാളികേരം ചിരവി കൊടുക്കുക,
പാത്രം കഴുകുക, അല്ലെങ്കിൽ അത് തുടയ്ക്കുക. ഒരാൾ കഴുകുന്നു, വേറൊരാൾ തുടച്ച് വയ്ക്കുന്നു. വീട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക, കുട്ടികളെ കുളിപ്പിക്കുക. അപ്പോൾ ഭാര്യയോടൊപ്പം നീ അത് ചെയ്യ്, ഞാനിത് ചെയ്യാം എന്നല്ല, മറിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏത് വേണമെങ്കിലും അവരൊരു വളരെ നല്ല രീതിയിൽ അവർ തമ്മിലുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതേസമയം ഇദ്ദേഹത്തിന് പുറത്തുള്ളവർ കാണുമ്പോൾ ഒരു 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 മുഷിച്ചിൽ, അല്ലെങ്കിൽ പുറത്തുള്ളവർ വരുമ്പോൾ ഇദ്ദേഹം അത് ചെയ്യുകയാണെങ്കിൽ ഭാര്യ പറയും ചേട്ടനെ ഒന്ന് മാറ്റി വെച്ചേക്കുക, ആളുകൾ കണ്ടാൽ വിചാരിക്കും ഞാനിതൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ ആളുകൾ കണ്ടാൽ പോയി പണി നോക്കാൻ പറയുന്നൊക്കെ ഇദ്ദേഹം പറയും. അങ്ങനെയൊന്നും നമ്മൾ കരുതരുത് എന്ന് പറയും. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ഇവിടെ നമ്മൾ പറയുന്ന ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ജോലിയിൽ, നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും, ഞാൻ ഈ നിലവിളക്ക് കൊളുത്തൽ മാത്രമാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടകൻ വീട്ടിൽ വിളക്ക് കൊളുത്തലല്ല, അതും ചെയ്യില്ല. അതുപോലെ ഈവൻ കഴിച്ച പ്ലേറ്റ് എടുക്കുക, അത് കൊണ്ടുപോയി കഴുകി വയ്ക്കുക, അതൊന്നും എൻ്റെതല്ല, ജോലിയല്ല. അതൊന്നും എനിക്ക് ചേർന്നതല്ല. അപ്പം ഇങ്ങനെ ആരാണ് കരുതുന്നത്? ആരാണ് കരുതാത്തത്? കരുതാത്തവനെ കുറിച്ച് പറയുക. കർമ്മങ്ങളിൽ തൻ്റെ മുന്നിൽ വരുന്ന, അപ്പം നമ്മളിപ്പോൾ നമ്മുടെ മുന്നിലുള്ള കർമ്മങ്ങളാണല്ലോ, നമ്മുടെ നിത്യ കർമ്മങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ നമ്മൾ വേർതിരിവ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. എന്നാലല്ല ഇതൊന്നും ചെയ്യപ്പെടേണ്ടത്, ഇതൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ടതാണ്. അവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. അവരെ അങ്ങനെ എന്തെങ്കിലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് സ്ത്രീകൾ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഇപ്പോഴല്ല, അവർ കാറൊക്കെ ഓടിച്ച് പോകുന്നത് കാണുമ്പോൾ അവർ ഭയങ്കര ഒരു അത്ഭുതമാണ്. ഒരു സ്ത്രീ ഡ്രൈവ് ചെയ്ത് പോകണം. അവരൊന്നും ബൈക്കൊന്നും ഓടിക്കില്ലായിരുന്നു അക്കാലത്ത്, അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെ അവർ ബൈക്കൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവരെന്തോ ഓടിക്കും, വിമാനം വരെ തലങ്ങും വിലങ്ങും ഓടിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഇന്നതേ ചെയ്യാവൂ എന്നുള്ളതൊന്നുമില്ല, അവരെല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. പുരുഷനാണ് ഇപ്പോഴും കർമ്മങ്ങളിൽ ചിലത് തങ്ങൾക്ക് യോജിക്കുന്നതല്ല, തങ്ങൾ ചെയ്യേണ്ടതല്ല എന്നുള്ള ഒരു ചിന്ത. ചിലരങ്ങനെയല്ല, നേരെ മറിച്ചാണ്. എല്ലാ ജോലിയും അവർ ചെയ്യും. ഒരു ടീം വർക്കാണ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമുള്ള ഒന്നാണ്. ഞാൻ കഴിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടുന്ന് എടുത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് വാഷ് ബേസിലെങ്കിലും കൊണ്ടുവയ്ക്കുക. അതുപോലും ചെയ്യാതെ അവിടുന്ന് എഴുന്നേറ്റ്, ഇനി മൂപ്പരുടെ തന്നെ സുഹൃത്തുക്കളൊക്കെ കൂടെ വന്ന് നേരെ എണീറ്റ് പോവുക എന്നല്ലാതെ ഇതൊക്കെ ഒന്ന് എടുത്ത് സഹായിക്കുക, ബാക്കി വെച്ച് അതൊക്കെ ഒന്ന് അടുക്കി, ഒക്കെ ഒന്ന് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അത് ചെറിയൊരു 10-15 മിനിറ്റെങ്കിലും ഒരു സഹായം ചെയ്ത്, ഇതെല്ലാം അവരത് ചെയ്യുന്നതിൻ്റെ ഇടയിലുണ്ടാവും വിളിക്കുന്നത്, ഒരു കാപ്പി ഇടുമെന്ന് പറഞ്ഞിട്ട്, ഓരോ കാപ്പി ഇട്. അപ്പോഴൊക്കെ ഇവർ വളരെ സന്തോഷമായിട്ട് ഇട്ട് കൊടുക്കുന്നതാണോ വിചാരിക്കുന്നത്? അവർക്ക് വിഷമം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു സഹായം ചെയ്യുന്നുണ്ടെങ്കിലോ, പലപ്പോഴും സ്ത്രീകൾ പറയില്ലായിരിക്കാം, തുറന്നു പറയില്ലായിരിക്കാം. വർഷങ്ങളെടുത്താലും അവർ തുറന്നൊന്നും പറയില്ല. കാരണം ഇങ്ങനെ ഈ പുരുഷ മേധാവിത്വത്തിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് നേരെ മറിച്ച് ആ വന്ന കൂട്ടത്തിലെ ചിലർ സഹായിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു മേധാവിയാണോ, സംശയം നീങ്ങിയവനാണോ എന്നത് നമ്മൾ ഈ കർമ്മങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. തള്ളേണ്ട കർമ്മങ്ങളും കൊള്ളേണ്ട കർമ്മങ്ങളും അതേതാണ്?
വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ നിങ്ങളൊരു വാർത്ത, അതിദാരുണമായിട്ടുള്ളൊരു വിമാനാപകടമാണ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ നടുക്കിയിട്ടുള്ള, ലോകത്തെ മുഴുവൻ നടുക്കിയിട്ടുള്ളതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതാണ്. അതിലൊരു മലയാളിയായിട്ടുള്ള രഞ്ജിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേഴ്സ്, ഒരു നേഴ്സിംഗ് ഇവിടെ സർക്കാർ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് അവർ പോയതാണ് അവിടെ. അതിന് ഒരു പ്രൊഫഷനുണ്ട്, അത് നിയമവിരുദ്ധമായ കാര്യമല്ല. എന്തിനാണ് അങ്ങനെയൊക്കെ പോകുന്നത്? നമ്മൾ പറയുമല്ലോ നാടൻ ഭാഷയിൽ, എന്താ രണ്ടറ്റം കൂട്ടി മുട്ടിക്കുക എന്ന് പറയുന്നത് പോലെ പല സ്വപ്നങ്ങളുണ്ട്, കുട്ടികളുണ്ട്. കുട്ടികളെയൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അടച്ചുറപ്പുള്ള വീട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നതിന് തന്നെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പോയതാണ്. അത്യാവശ്യമായ എന്തോ ഒരു പേപ്പർ വർക്കിൽ സൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ രഞ്ജിത 4 ദിവസത്തെ അവധിയിൽ വന്നത് എന്നാണ്, അല്ലേ? നമുക്കറിയുന്നതാണ്. അപ്പോഴാണ് വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അവർക്കെതിരെയുള്ള തോന്നിവാസം പറച്ചിൽ. ആലോചിക്കും. അപ്പോൾ ഒരു അനുഭാവമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മളെന്തിനാ അങ്ങനെയൊക്കെ? ചിലർക്കുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിയാസവും പറയുക എന്നുള്ളത് ശീലാക്കിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഏതായാലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇയാളുടെ ജോലി വീട്ടിലിരുന്നോളാൻ പറഞ്ഞു മന്ത്രി. എന്തായാലും ആ മന്ത്രിയെ നമ്മൾ സല്യൂട്ട് ചെയ്യുകയാണ്. നല്ല പൊസിഷനിലിരിക്കുന്ന ആളാണ്, ഒരു ഗസറ്റഡ് റാങ്കിലാണ്, ഡെപ്യൂട്ടി തഹസിൽദാരോ അങ്ങനെ എന്തോ ആണ്. എഴുതുക, തോന്നിയാസം എഴുതുകയാണ്, വേണം, വളരെ മാതൃകയാണ്. അയാൾ ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതാണ് ചെയ്യേണ്ടത്. ഇതൊരു മാതൃകയാണ്. അപ്പം നമുക്ക് ഈ എന്നാൽ ചെയ്യപ്പെടേണ്ടതാണോ ഇത് എന്നുള്ള ഒരു ചിന്ത, ഒരു സെക്കൻഡ് നേരത്തെ ഒരു ചിന്ത വേണം ഇതിന്. അപ്പോൾ ഈ തോന്നിയാസം എഴുതാനും ഇതൊക്കെ മനസ്സിലുള്ള വിഷമാണ് പുറത്തേക്ക് വരുന്നത്. അവിടെയാണ് ഈ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ ഒരു, എന്താണ് നമുക്ക് സ്പിരിച്വാലിറ്റി നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് അല്ലലില്ലാത്ത ഒരു ജീവിതത്തെ നമ്മളും നയിക്കുന്നു എന്നുള്ള, അതുതന്നെ വലിയ ഗുണമല്ലേ? അപ്പം തള്ളേണ്ടതേത്, കൊള്ളേണ്ടതേത്? നമ്മുടെ കർമ്മങ്ങളാണല്ലോ ഇത്, ഈ എഴുതുന്നതൊക്കെ. ഏതായാലും വിദ്വാൻ സസ്പെൻഷനല്ല, ഡിസ്മിസ്സാണ്. കളക്ടറാണ് എഴുതി ഓർഡർ ഇട്ട് കൊടുത്തത്. മന്ത്രി പറഞ്ഞു, കളക്ടർ ഓർഡർ ഇട്ട് കൊടുത്തു, വീട്ടിലിരുന്നോളാൻ. അയാളുടെ അയാൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ നമ്മൾ ആ ആളുടെ വീട്ടുകാർക്ക് പോലും ഇയാൾ നാണക്കേടുണ്ടാക്കിയില്ലേ? അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ടെങ്കിലൊക്കെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഒരു മനുഷ്യൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ദുരന്തമാണ്. ഇങ്ങനെ എത്ര ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നറിയോ? ഒരു ഭാഗത്ത് നമ്മൾ വളരെ സംസ്കാര സമ്പന്നരാണ്, മറുഭാഗത്തോ ചില വിദ്വാന്മാരുണ്ട് ഈ തോന്നിവാസങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അത് കാണാൻ കുറേ ഞരമ്പ് രോഗികൾ. ഇതൊക്കെ ഒരു ഞരമ്പ് രോഗമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു. ഗീത ഇത്തരം ഞരമ്പ് രോഗങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതിവിധിയാണ്. എന്താണ് ഗീത നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് എല്ലാറ്റിനോടും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. പിന്നെ എന്നാലിത് ചെയ്യപ്പെടേണ്ടതാണോ? വിമർശനങ്ങളൊക്കെ ഉണ്ട്. വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ നമുക്ക് നല്ല എന്താ പറയുക, ക്ലാസ്സായിട്ട് നമുക്കത് ചെയ്യാം. നർമ്മത്തിലൂടെയൊക്കെ ചെയ്യാം. അത് മറ്റൊരാളെ വല്ലാതെ ഏതെങ്കിലും വിധത്തിൽ ഈ പറഞ്ഞതുപോലെ ഹനിക്കുന്ന വിധത്തിലാവരുത്. അപ്പോൾ കുശലം കർമ്മ അകുശലം കർമ്മ, ഇവിടെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കർമ്മങ്ങളിൽ
എന്തില്ല? അത് ഈ പറഞ്ഞതുപോലെയുള്ള കർമ്മങ്ങൾ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഗീത പഠിക്കുന്ന, ഗീത കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്, നമ്മുടെ ഓഫീസ്, ഭാര്യ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളവരാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം. അവിടെയൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന കർമ്മങ്ങളിൽ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് നടത്തി മാറ്റിവെക്കുന്നുണ്ടോ? മറിച്ച് നമ്മളും കൂടെ ആ കർമ്മത്തിന് ഒരു കൂട്ടായി നിന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷം വീട്ടിലുണ്ടാവും, നമ്മുടെ പരിസരത്തുണ്ടാവും. ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും. തുടർന്ന് ഭഗവാൻ പറയുന്നു, ഇപ്പോൾ മേധാവിയെ സംബന്ധിച്ച് ഇതിലെന്തില്ല? അവനിൽ ആ ധാരണാശക്തിയുള്ള, ധാരണാബലമുള്ള, വിവേകിയായ അവനെ സംബന്ധിച്ച് ഇതിൽ സംശയവും ഇല്ല എന്ന് പറയാം. തുടർന്ന് എന്തുകൊണ്ടെന്നാൽ നേരത്തെ പറഞ്ഞതിനൊക്കെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ. എന്തുകൊണ്ടെന്നാൽ ദേഹഭൃത, ദേഹത്തെ ധരിച്ചിട്ടുള്ള, നമ്മളെല്ലാം ശരീരത്തെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ശരീരമുണ്ട് എന്നുള്ളത് കൊണ്ട് ശരീരത്തിനൊരു യാത്രയുണ്ട്. ആ ശരീരയാത്രയെ മുൻനിർത്തി ദേഹഭൃത കർമാണി അശേഷതഃ ത്യക്തും ശക്യം നഹി. കർമ്മങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് സാധ്യമേ അല്ല. അപ്പം ശരീരയാത്രയ്ക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ അനിവാര്യങ്ങളായിട്ടുണ്ട്. ഈ ശരീരത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണമല്ലോ ആഹാരം വേണ്ടേ, ആഹാരം ശേഖരിക്കണ്ടേ, നീഹാരാദികളൊക്കെ വേണം, കുളിയും നനയൊക്കെ വേണം. അതല്ല സമ്പൂർണമായ പ്രകൃതിയാണെന്ന് പറഞ്ഞ് കുളിക്കാതെ, നനയ്ക്കാതെ, തലമുടി വെട്ടാതെ, നഖം വെട്ടാതെ, പല്ല് വയ്ക്കാതെ, കുളിക്കാതെ എന്നിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞാൽ വല്ല ഗുഹയ്ക്കുള്ളിലാണെങ്കിലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, ദേഹഭൃത, ദേഹം ധരിച്ചിട്ടുള്ളവൻ കർമാണി അശേഷതഃ ത്യക്തും ശക്യം നഹി. അത് സാധ്യമല്ല. കർമ്മത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് ഒരിക്കലും സാധ്യമായിട്ടുള്ളതല്ല. യഹാതു, എന്നാൽ യാതൊരുവനാണോ കർമ്മഫലത്യാഗി, കർമ്മഫലത്തെ ത്യജിക്കുന്നത്, അങ്ങനെയുള്ളവൻ സത്യാഗി ഇതി അഭിധീയതേ, അവൻ ശരിയായ ത്യാഗിയാണ്. അപ്പം കർമ്മത്തെ പൂർണ്ണമായി ത്യജിച്ചവൻ എന്ന് പറയുന്നതിനെ ആരെയാണ് കർമ്മത്തെ പൂർണ്ണമായി ത്യജിച്ചവൻ എന്ന് പറയുന്നത്? കർമ്മത്തിലെ ഫലത്തോടുള്ള സംഘത്തെയാണ് ഇവിടെ ആര് ത്യജിക്കുന്നത്? ജ്ഞാനിയായിട്ടുള്ള ആൾ ത്യജിക്കുന്നത്. അതുകൊണ്ടാണ് അയാളെ ത്യാഗി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ശങ്കര ഭഗവത്പാദർ ഈ കർമ്മം ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് പറയുന്നത് കർമ്മം നമ്മുടെ ചിത്തശുദ്ധിക്കുതകുന്നതാണെന്ന് പറയുന്നത്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ വസ്തുസിദ്ധിർവിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭിഹി. അതിനർത്ഥം എന്താണ്? കർമ്മങ്ങൾ ചെയ്യരുത് എന്നാണോ? അല്ല, കർമ്മം നമ്മുടെ ചിത്തശുദ്ധിക്കുള്ളതാണ്. ചിത്തത്തെ ശുദ്ധമാക്കേണ്ടതുണ്ട്. വിനോബാജി പറയാതാണ്, കർമ്മത്തെ കതറിനോട് അദ്ദേഹം ഉപമിച്ചത് അതുകൊണ്ടാണ്. അതിൽ അഴുക്ക് പുരണ്ടാൽ അറിയുന്നത് പോലെ കർമ്മങ്ങൾ നമ്മളെ തിരിച്ചറിയാനും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം. സാധനാപഞ്ചകത്തിൽ ഭഗവത്പാദർ പറയും എങ്ങനെ കർമ്മം ചെയ്യണമെന്നാ.
വേദോ നിത്യമധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത്തൂർണം വിനിർഗമ്യതാം. ഓരോ നിർദ്ദേശങ്ങളും. വേദാധ്യയനം എന്തിനാണ്? വേദാധ്യയനം അറിവിന്. ആ അറിവിൻ്റെ നിറവിലായിരിക്കണം എന്ത്? കർമ്മങ്ങൾ. തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേന, ആ കർമ്മത്തിലൂടെ, തേനേശസ്യ വിധീയതാം, ഈശ്വരനുമായിട്ട് ഈ പ്രപഞ്ചവുമായി അടുക്കണം. അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം, കാമ്യകർമ്മങ്ങളെ, കാമനകളെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവിടെയും പറയുന്നത് ഭഗവാൻ ദേഹഭൃത കർമാണി അശേഷതഃ ത്യക്തും ശക്യം നഹി. എന്തുകൊണ്ടെന്നാൽ അത് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ദേഹത്തെ ധരിച്ചിരിക്കുന്നവൻ കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്, സംശയമില്ലാത്ത. അങ്ങനെ ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്ന ഒരാളിൽ കർമ്മങ്ങൾ എന്തൊക്കെ ഉണ്ടാവാം, അത് കുശലവും അകുശലവുമായിട്ടുള്ളതാണ്. പക്ഷേ ഫലത്തിൽ സംഘമില്ലാതെ അയാൾ മുന്നോട്ട് പോകും. ആ ആളിവിടെ എന്താണ്? അവിടെ ധീമത, ഇവിടെ ത്യാഗി എന്ന് പറയും. തുടർന്ന് കർമ്മത്തിൻ്റെ ഫലങ്ങൾ 3 പ്രകാരത്തിലാണ്. അത് ഭഗവാൻ ഇവിടെ പറയും. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവതി അത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. എന്തുകൊണ്ടെന്നാൽ മുൻപ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എങ്കിലും ഭഗവാൻ ഇവിടെ ഒന്നുകൂടെ പറയും. അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം. കർമ്മണ ഫലം ത്രിവിധം. കർമ്മത്തിൻ്റെ ഫലം 3 പ്രകാരത്തിലാണ്. എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഇഷ്ടം, തരക്കേടില്ല എന്ന് തോന്നുന്നതാണ് ഇഷ്ടം. മറ്റേത് അനിഷ്ടം. മൂന്നാമത്തേത് സമ്മിശ്രം. ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. ഒന്ന് അനുകൂലം, മറ്റേത് പ്രതികൂലം. മൂന്നാമത്തേതോ രണ്ടുമുണ്ട്, മിശ്രമാണ്, സമ്മിശ്രം. ഇങ്ങനെ അനുകൂല പ്രതികൂല സമ്മിശ്രമായിട്ടുള്ളതാണ് കർമ്മത്തിൻ്റെ ഫലം. ഈ കർമ്മത്തിൻ്റെ ഫലത്തോട് നമ്മുടെ പ്രതികരണമാണ് ഈ 3 അനുകൂലമായി നാം പ്രതികരിക്കുന്നു, പ്രതികൂലമായി പ്രതികരിക്കുന്നു, സമ്മിശ്ര രൂപത്തിൽ പ്രതികരിക്കുന്നു. ഇങ്ങനെ ഈ അനുകൂലവും പ്രതികൂലവും സമ്മിശ്രവുമായിട്ട് 3 പ്രകാരത്തിൽ കർമ്മത്തിൻ്റെ ഫലം നിഹിതമായിരിക്കുന്നു. ത്രിവിധം ഫലം. അത്യാഗിനാം പ്രേത്യ, അത്യാഗിനാം ത്യാഗി അല്ലാത്തവനെ സംബന്ധിച്ച് ഇതെന്തുണ്ടാക്കുന്നു? അവനെ ഇത് പിന്തുടരുന്നു. ഇവിടെ നമ്മൾ കർമ്മ നിയമം ഒന്നുകൂടെ പഠിക്കേണ്ടതുണ്ട്. പറയാം. എങ്ങനെയാണ് അത്യാഗിനാം പ്രേത്യ എന്ന് പറഞ്ഞാൽ പ്രകർഷണഗതം പോയിട്ടുള്ളത്, മരണാനന്തരം എന്നുള്ളതൊക്കെ അർത്ഥമുണ്ട്. അവനെ പിന്തുടരുന്നു എന്നുള്ളതാണ്. ഭവതി പ്രേത്യ ഭവതി സന്യാസിനാം തു ക്വചിത് ന ഭവതി. എന്നാൽ സന്യാസിയെ ഒരിക്കലും അത് പിന്തുടരുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അതിനെ ഒന്നുകൂടെ
ചിന്ത ചെയ്യേണ്ടത്. എന്താണ്? മുൻപ് പറയപ്പെട്ട ആശയമാണ്, എങ്കിലും ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നമ്മുടെ ജന്മത്തിന് കാരണം കർമ്മമാണ്. ആ ജന്മത്തിന് കാരണമായിട്ടുള്ള കർമ്മത്തിൻ്റെ പേരാണ് പ്രാരബ്ധം എന്നത്. പ്രാരബ്ധം പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, പ്രാരാബ്ധം എന്ന് പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നല്ല. പൊതുവെ മലയാളത്തിൽ നമ്മൾ പറയാറ് ഇതെൻ്റെ പ്രാരാബ്ധം എന്നാണ്, ഇതെൻ്റെ കഷ്ടപ്പാട്, ഇത് ഞാൻ അനുഭവിക്കേണ്ടത്. ആ നിലയിലാണ്. അങ്ങനെയല്ല. പ്രകർഷേണ ആരബ്ധമിതി, നന്നായി തുടങ്ങിയത്. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കർമ്മത്തിൻ്റെ ഒരു ശേഷിപ്പാണ്, ഫലമാണ് നമ്മളാകുന്ന ജീവൻ. അപ്പം ഈ ജീവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് കാരണമായിട്ടുള്ള കർമ്മത്തിൻ്റെ പേരാണ് പ്രാരബ്ധ കർമ്മം എന്ന്. അങ്ങനെ പ്രാരബ്ധം ഹേതുവായി നമ്മളിവിടെ ജന്മമെടുത്തു. ശരി. ഇനി ഈ ശരീരത്തിന് മുൻപിലേക്ക് അനേക കർമ്മങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ അനുഭവങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നു. ഏതു വിധത്തിൽ? അനുകൂലവും പ്രതികൂലവും ഈ സമ്മിശ്രവുമായിട്ട്. അതിലേറ്റവും പ്രധാന അനുകൂല പ്രതികൂലമാണ്. അപ്പം ഈ അനുകൂല പ്രതികൂല സമ്മിശ്രമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നതിനനുസൃതമായിട്ട് ഇത് സഞ്ചയിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ശേഖരിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ശേഖരിച്ചു വെക്കുന്ന കർമ്മങ്ങളുടെ പേരാണ് സഞ്ചിത കർമ്മം എന്ന്. അത് അനുകൂലമാകാം, പ്രതികൂലമാകാം, സമ്മിശ്രമാകാം. പക്ഷെ അത് നമ്മൾ ശേഖരിക്കുന്നുണ്ട്. നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ വരുന്ന കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം തന്നെ ആഗാമി കർമ്മങ്ങളാണ്. അത് വരുന്നതാണ്. അതിൽ നമ്മളാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇത് കൊള്ളാം, ഇത് തള്ളാം. ഇങ്ങനെ ആഗാമി കർമ്മങ്ങളോട് നമ്മുടെ പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിലാണ് എന്തുണ്ടാകുന്നത്? സഞ്ചിതം നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്നു. ഇതെനി അനുഭവിക്കണം, ഇതെനിക്ക് ഇനിയും വേണം, ഇതെനിക്ക് ഇനിയും നേടണം. ഇങ്ങനെ ഓരോന്നിനോടും നമുക്കതിലെന്തുണ്ട്? രാഗവുമുണ്ട്, ദ്വേഷവുമുണ്ട്. ഇതിനെയാണ് ദ്വന്ദ്വങ്ങൾ, വിപരീതങ്ങൾ എന്ന് പറയുന്നത്. ഈ രാഗദ്വേഷങ്ങളുടെ അത് കളക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയാം. ഈ സഞ്ചിതം പക്വമാകുന്നതാണ് പ്രാരബ്ധം. അപ്പം ഇതിൽ കുറേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ശരീരത്തിൽ. ഈ ശരീരത്തിനൊരു സമയമായി കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിക്കണം. സ്വാഭാവികമായിട്ടും ഇതിലെ സഞ്ചിതം ഉപേക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അതെന്തായിട്ടുണ്ട്? നല്ല പ്രാരബ്ധമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനടുത്ത് ശരീരയാത്ര ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം അത് കളക്ട് ചെയ്യുന്നു. ആരാണിത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇവിടെ പറയുന്നു അത്യാഗിന. അവർക്കാണ് എന്തുള്ളത്? വീണ്ടും ജന്മമുള്ളത്, പുനരഭിജനനം എന്ന് പറയുന്നത്. കാരണം ആഗ്രഹങ്ങളുണ്ട്. പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടാത്തതാണ്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഈ ശരീരവും കാലയളവും ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിൽ സാധ്യമല്ല. നമ്മൾ ഈ വിമാന ദുരന്തം പറയുമ്പോൾ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടില്ലേ? ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന്. മാത്രമല്ല, വിമാനം ഇടിച്ചൊക്കെ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നിടത്താണ് ഈ സാധനം വന്നത്. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് ഇടിച്ച ആളുകൾ മരിക്കാറുണ്ട്. പക്ഷെ വിമാനം ഇടിച്ച് മരിക്കുന്നതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമല്ലേ? ഉണ്ടാവാറുണ്ട് പലപ്പോഴുമൊക്കെ. ഇതേപോലെ താഴെ വീഴുമ്പോൾ അതിൻ്റെ അടിയിൽപ്പെട്ട അത് വളരെ അപൂർവമാണ്. അങ്ങനെ കുറേ പേര്, മെഡിക്കൽ സ്റ്റുഡൻസും മറ്റുള്ളവരും.
പക്ഷേ ഇതിൽ നിന്ന് ഒരാൾ, ഒരു ഇന്ത്യൻ വംശജൻ, ബ്രിട്ടീഷ് പൗരത്വം എടുത്തിട്ടുള്ള ആൾ, വിശ്വാസ് കുമാറോ അങ്ങനെ എന്തോ പേര്, ഒരു 11A എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ ഈ എക്സിറ്റിൻ്റെ അടുത്തുള്ളതാണ്. ഈ എക്സിറ്റ് സീറ്റിൻ്റെ അടുത്ത് ഇരിക്കുമ്പം ഇവർ വന്നിട്ട് ഒരു ട്രെയിനിങ് തരാറുണ്ട് നമുക്ക്. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും തുറന്ന് ചാടേണ്ടി വരും. അത് നിർബന്ധമാണ്. എക്സിറ്റ് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവർ വന്നിരുന്ന് ഈ ഇരിക്കുന്ന 3 പേരോട് കൃത്യമായിട്ട് പറയും, ഇതിങ്ങനെ ഓപ്പൺ ആക്കണം, ഇത് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. നമ്മളോടാണ് ഇത് ചെയ്യാൻ പറയുക. കാരണം അവർക്ക് അവിടുന്ന് വന്നത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഇരിക്കുന്ന 3 പേരുടെ ഉത്തരവാദിത്തമാണ് ഇത് തുറക്കൽ. എന്തായാലും അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് നടന്നു പോകുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇപ്പം ആശുപത്രിയിലാണ്. അപ്പം ഇത്രയും പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരാളെ മാറ്റി നിർത്തുന്നു. മൂപ്പരുടെ സമയം നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയും. മൂപ്പർക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട് ചെയ്യാൻ. മറ്റവരുടെയൊക്കെ ഈ ശരീരത്തിൻ്റെ അവധി കഴിഞ്ഞു. പല ഇതിന് കർമ്മസിദ്ധാന്തം വെച്ച് പലതും പറയാനുണ്ട് നമുക്ക്. ബാക്കിയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. പറഞ്ഞു വന്നത് ഈ പ്രാരബ്ധം സഞ്ചിതം ആഗാമി, ഈ കർമ്മങ്ങൾ ശരീരയാത്രയ്ക്ക് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് സന്യാസിനാം തു ക്വചിത് ന ഭവതി. അപ്പോൾ സന്യാസി എന്ന് പറഞ്ഞാൽ ത്യജിക്കുന്നവനെ സംബന്ധിച്ച് അവൻ എന്തില്ല, അവൻ്റെ മുന്നിൽ ആഗാമി കർമ്മങ്ങളുണ്ട്. പക്ഷെ അതൊരിക്കലും സഞ്ചിതമായി പരിണമിക്കാൻ അവന് അവസരം കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ്? അവനതിൽ രാഗവും ദ്വേഷവുമില്ല, അതിൽ കർമ്മഫലേച്ഛയില്ല. അപ്പോൾ ഫലേച്ഛയില്ലാത്ത കർമ്മങ്ങൾ ഒരിക്കലും നമ്മളിൽ എന്തുണ്ടാക്കുന്നില്ല, സഞ്ചിത കർമ്മം വന്നടിയുന്നില്ല. നാളേക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞ് നമുക്കൊന്നുമില്ല പൂർത്തീകരിക്കപ്പെടാത്തത്. അതുകൊണ്ട് എന്നും പൂർണ്ണനാണ്. ഓരോ കർമ്മങ്ങളിലും അപൂർണമായ തൃപ്തിയോടുകൂടിയുള്ളതാണ്. അതിനടുത്തത് നന്നാക്കാം അങ്ങനെയുള്ള ഒന്നുമില്ല. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. തുടർന്ന് ഭഗവാൻ പറയുന്നു. നാളെ നമുക്ക് കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.